അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ ഒരു നാടൻ ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റിൽ ബിരിയാണി തയ്യാറാക്കുക. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. 1 കിലോ ചിക്കൻ്റെ ആവശ്യമില്ല, 1/2 കിലോ മതി. നമ്മൾ ഒരു കിലോ കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ ഒന്നിച്ച് അരപ്പ് തേച്ച് പകുതി എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണ്, ഫ്രീസറിൽ വെക്കാനാണ്. അപ്പം ഓരോ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നല്ലതുപോലെ പുരട്ടി അങ്ങ് വെക്കുക. ബാക്കി പകുതി എടുത്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം, നമുക്ക് കറിയൊക്കെ വെക്കാൻ. അപ്പം പകുതി എടുത്ത് ഞാൻ ബിരിയാണിക്കുള്ളത് പകുതി എടുക്കുവാണ്. നല്ലതുപോലെ പുരട്ടി വെക്കുക. അങ്ങനെ പുരട്ടിയിട്ടുണ്ട്. വേണ്ടേ, നമ്മൾ ആവശ്യാനുസരണം ബിരിയാണിക്കുള്ള ചിക്കൻ ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. 4 പേർക്കുള്ള ചിക്കൻ ബിരിയാണിക്ക് 4 പേർക്കുള്ള ബിരിയാണിയാണിത്. നാരങ്ങാ നീരും തൈരും ഒക്കെ ഒഴിച്ചൊന്ന് പുരട്ടി ഒരു മണിക്കൂർ അവിടെ അതൊന്ന് പുരട്ടി ഇരിക്കട്ടെ, ഒന്ന് അരപ്പൊക്കെ ഒന്ന് പിടിച്ചിരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ കാണിച്ചു തരാം. നല്ലതുപോലെ ഒന്ന് പിടിച്ചിട്ട് റെഡി ആയിരിക്കട്ടെ. അപ്പോൾ ഇതിനാവശ്യാനുസരണം ഒരു 5 സവാള എടുത്തതിന് ശേഷം 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട് ബിരിയാണിക്ക്. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് ചെറിയ ഉള്ളി, 3 തക്കാളി, 2 സവാളയാണ് നമുക്ക് വറുക്കാൻ വേണ്ടുന്നത്. ആവശ്യാനുസരണം നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ചതിന് ശേഷം മുന്തിരി, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് എല്ലാം വറുത്ത് കോരുക. ഇത് 2 സവാള വറുക്കാനുള്ള സവാളയാണ്. ഈ സവാള ശകലം ഉപ്പും കൂടി ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കണം. ബിരിയാണിക്ക് ആവശ്യമായിട്ട് മുകളിൽ ഇതിടാനുള്ളതാണ് ദമ്മിടുമ്പം. ആ സമയത്തിന് ഞാൻ അരി എടുക്കും. ഈ കപ്പിന് 1.5 കപ്പ് അരിയാണ് എടുക്കുന്നത്, 1.5 ഗ്ലാസ്. 4 പേർക്ക് ഈ 1.5 ഗ്ലാസ് അരി മതി. അങ്ങനെ സവാള വഴറ്റി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറിയ തീയിൽ വേണം എടുക്കാൻ. ആ സമയത്തിന് ഞാൻ വെള്ളത്തിൽ അരി ഇട്ടിട്ടുണ്ട്. അരി ഇട്ട് നല്ലതുപോലെ കഴുകി ഇത് വെള്ളത്തിൽ കിടക്കണം ഒരു 10-20 മിനിറ്റ്. വേണ്ടേ, സവാള വറുത്ത് കോരി അതിനുശേഷം ആ പാത്രത്തിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും ഉണ്ട്, പിന്നെ വേണ്ടേ ബേ ലീഫ്, ഗ്രാമ്പു, പട്ട, ഏലക്ക എല്ലാം ഒന്ന് കുറച്ച് നെയ്യും കൂടെ ആവശ്യാനുസരണം എണ്ണ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള, വലിയ സവാളയാണെങ്കിൽ 2 മതി, ചെറിയ സവാളയാണിത് 3 എണ്ണം എടുത്തേക്കുന്നത്. അങ്ങനെ 5 സവാളയുടെ ആവശ്യമുള്ളൂ ഒരു ബിരിയാണിക്ക്. 2 എണ്ണം നമ്മൾ വറുത്ത് കോരി, ഇത് 3 എണ്ണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇഞ്ചി പച്ചമുളക് അരച്ച് വെച്ചിരിക്കുന്ന ഒരു കുടം വെളുത്തുള്ളിയാണ്, നല്ല ഒരു കുടം വെളുത്തുള്ളിയാണിത്. ഇഞ്ചി നല്ലൊരു കഷ്ണം ഇഞ്ചിയും. നല്ല സ്വാദാണ് വെളുത്തുള്ളിയൊക്കെ കൂടുതലിട്ടാൽ. നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ വഴറ്റിയത്, അല്ല ചതച്ചത്, മിക്സിക്കകത്തിട്ടൊന്ന് ഇത് ക്രഷ് ചെയ്തെടുത്തത്. അതിനുശേഷം ഒരു 3 തക്കാളി, അതും കൂടെ ഒന്ന് വഴറ്റി എടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. ഞാൻ എടുത്തേക്കുന്ന അരിയുടെ കാര്യം പറഞ്ഞില്ല, ജീരകശാല അരിയാണ്, ചെറിയ അരി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വെള്ളം വെക്കുവാണ് അടുപ്പയിൽ. 1.5 ഗ്ലാസ് അരിക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പയിലോട്ട് തന്നെ വെള്ളവും വെച്ച് ഉള്ളി ഇറച്ചി ചിക്കൻ വേവുന്ന സമയത്തിന് നമുക്ക് ചോറും വേവിച്ചെടുക്കാം. ചിക്കനും കൂടെ ആ അരപ്പിനകത്തോട്ട് ഇട്ടൊന്ന് വെന്ത് വരട്ടെ. ഒരു 3/4 വേവ് വെന്താൽ മതി. കാരണം ദമ്മിടുമ്പം പിന്നെ ഒന്നും കൂടെ വേവും, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കണം. അടച്ചു വെച്ച് വേവിക്കണം. ആദ്യം നല്ലതുപോലെ നല്ല തീയിൽ വന്നതിന് ശേഷം മീഡിയം തീയിലിട്ട് കൊടുക്കണം ചിക്കൻ. മൂന്ന് ഗ്ലാസ് അരി, 1.5 ഗ്ലാസ്സിന് 3 ഗ്ലാസ് ഇതാണ്. ജീരകശാലയ്ക്ക് ചെറിയ വേവുണ്ട്, അതുകൊണ്ട് പുതിന, മല്ലിയില എല്ലാം ഇട്ട് കൊടുക്കുവാണ്.
മഞ്ഞൾപ്പൊടി, ഇനി ശകലം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂണ്, ഓരോ സ്പൂൺ ഇട്ടാൽ മതി. ഒരു 1 സ്പൂൺ മുളക് പൊടി, ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ആ തക്കാളിയുടെ വെള്ളവും ഉള്ളിയുടെ വെള്ളവും എല്ലാം കൊണ്ട് ആ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട, കൂടെ ഒന്ന് ഇളക്കണം. അടച്ചു വെച്ചതിന് ശേഷം ചെറിയ തീയിൽ ആദ്യം ഒന്ന് തിളച്ച് വരുമ്പം ചെറിയ തീയിൽ ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം തീയിൽ, ഒരുപാട് തീ കുറയ്ക്കണ്ട. ഒന്ന് കുറച്ചതിന് ശേഷം ഒന്ന് കൂട്ടുന്ന തീ ഉണ്ടല്ലോ, അതിൽ നിന്ന് ചിക്കൻ ഒന്ന് നല്ല വേവട്ടെ. 1/4 വേവ് മതി. ഇനി അടച്ചു വെച്ച് കൊടുക്കണം. വേണ്ടേ, ഉപ്പിട്ട് വെള്ളത്തിൽ ഉപ്പിട്ട് നെയ്യൊഴിച്ച് ഇത് അരി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് വേണം പിന്നെ അടച്ചു വെക്കാൻ. ഇത് മീഡിയം തീയിലാണ് വെക്കേണ്ടത്. അടപ്പെടുത്ത് അടച്ചു വെച്ച് ഈ ചരുവത്തിൽ തന്നെയാണ് ഞാൻ ദമ്മിടുന്നത്. അടച്ചു വെച്ച് വെക്കുന്നത്. വേണ്ട, തിളച്ച് ഒന്ന് വേവ് വരുമ്പോൾ ശകലം നെയ്യും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് പറ്റിച്ചെടുക്കാനുള്ളതാണിത്. അങ്ങനെ ചോറ് വെന്ത് വരുന്നു. വേണ്ട, ഇറച്ചിയും ഇവിടെ വെന്ത് വരുന്നുണ്ട്. കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടച്ചു വെച്ച് കൊടുക്കണം. വേണ്ട, അതിന് ശേഷം എന്താ, ചോറ് ഞാൻ പകുതി ഇഞ്ഞു കോരി, ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അടിയിൽ ഗ്യാസിനകത്ത്. അതിന് ശേഷം പകുതി ചോറ് കോരിയതിന് ശേഷം മുകളിലോട്ട് ചിക്കൻ വെന്ത മസാല ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇനി നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളും ഇട്ട് കൊടുക്കുക ഇതിനകത്ത്. ഇതാ ബാക്കിയുള്ള മല്ലിയില, പുതിനയില, വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നെയ്യ്, നാരങ്ങാനീര്. ചോറിൽ വെക്കുമ്പം ശകലം നാരങ്ങാനീരും കൂടെ ഒഴിക്കണം. ഉണ്ട്. ഇനി ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി വെച്ചേക്കുന്ന മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടപ്പെടുത്ത് അടയ്ക്കാം. ഞാൻ മൈദാമാവ് വെച്ചൊന്നും ഒട്ടിക്കുന്നില്ല, ഒരു വെയിറ്റ് എടുത്ത് വെച്ച് കൊടുക്കുവാണ്. ചെറിയ തീയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ദോശക്കല്ല് നല്ല ചൂടായതിന് ശേഷം വേണം ഈ ചരുവ അടുപ്പേ വെക്കാൻ. വേണ്ട, ബാക്കിയുള്ള നാരങ്ങാനീരും കൂടെ ഒഴിച്ച് നെയ്യും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. ഗരം മസാലയാണ് ശകലം തൂവി കൊടുക്കുന്നത്. ഇനി നമുക്ക് അടപ്പെടുത്ത് അടയ്ക്കാം. എന്നിട്ട് നല്ലൊരു വെയിറ്റ്, നമ്മുടെ ഇടിക്കല്ലുണ്ടല്ലോ, നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ ചതക്കിയെടുക്കുന്ന ഇടിക്കല്ലെടുത്ത് വെച്ചൊന്ന് വെച്ചെടുത്ത് ഒരു 20 മിനിറ്റ് ആ ചെറിയ തീയിൽ അവിടെ വെച്ചേക്കണം. എന്താണ്ട ദോശക്കല്ല് വെച്ചേക്കുന്നത്, ദോശക്കല്ലിൻ്റെ പുറത്ത് നല്ല തീ കൂട്ടി വെച്ചതിന് ശേഷമാണ് ഈ ചരുവം വെച്ച് കൊടുക്കേണ്ടത്. ഇനി തീ കൂട്ടിയിട്ട് ഒന്ന് കുറയ്ക്കണം. കുറച്ച് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറക്കാം. അപ്പം അന്നേരം റെഡിയായി. നമുക്ക് തുറക്കുവാണ്. സൂപ്പർ ടേസ്റ്റിൽ അങ്ങനെ ബിരിയാണി റെഡിയായി. നാടൻ ബിരിയാണി റെഡിയായി. അപ്പോൾ നമുക്കിനി ഇതെടുക്കാം. മസാലയൊക്കെ ചിക്കനൊക്കെ ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം. ചെറിയ അരി ആയതുകൊണ്ട് ഇത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട്. പാത്രത്തിലോട്ട് ആദ്യം ചോറ് കുറച്ചിട്ടിട്ട് പിന്നെ നമുക്ക് മസാലയൊക്കെ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. 4 പേർക്കുള്ള ബിരിയാണിയാണിത്. നമുക്ക് ആവശ്യാനുസരണം ഇത്രയൊക്കെ 1 കിലോ ബിരിയാണിയൊക്കെ വെക്കുമ്പം ആൾ കുറവുള്ള വീട്ടിൽ അധികം വരും. പിന്നെ അത് ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റേണ്ടത്. അത് നല്ലത് ഇതേമാതിരി 4 പേർക്കുള്ള 1.5 കപ്പ് എടുത്താൽ സുഖമായിട്ട് 4 പേർക്ക് കഴിക്കാം.
അല്ലെങ്കിൽ ഒരു കപ്പ് എടുത്താലും മതി. ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക് മതിയല്ല ബിരിയാണി. അതാ ഞാൻ പ്ലേറ്റിലോട്ട് കഴിക്കാൻ ഇടുവാണ്. നല്ല മണം, നല്ല ആവി വരും, നല്ല ചൂടോടെ കഴിക്കണം ബിരിയാണി. വേണ്ട, പപ്പടമായി, സലാഡായി. നിങ്ങളിതൊന്ന് വെച്ച് നോക്കണേ ബിരിയാണി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.